അപ്പൊ ഈ കാര്യം സമൂഹത്തോട് പറയുന്ന വിഭാഗമാണ് മുജാഹിദുകൾ. പക്ഷേ ഇപ്പൊ ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ മുജാഹിദുകളെ പറ്റി ഇത്തരത്തിലൊക്കെ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ പറയാണ്, അത്രത്തോളം വിശ്വാസം ഞങ്ങൾക്ക് പോലും ഇല്ല. എത്രത്തോളം? മുജാഹിദ് വിഭാഗത്തിലെ ഇന്നവരും നമ്മളോട് പറയാമ്പോ നിങ്ങളുടെ ഇന്ന കൂട്ടരും പറയുന്ന അത്രത്തോളമുള്ള ആ വിശ്വാസം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് പോലും ഇല്ല. ശരിയാണ്. ഞാനിപ്പോ നമ്മളൊക്കെ പ്രവർത്തനം തുടങ്ങിയിട്ട് തന്നെ കാലത്രയായി. എനിക്കിപ്പോ 65 വയസ്സായി. ഞാൻ 23ാമത്തെ വയസ്സിൽ മുജാഹിദായിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെ തുടങ്ങാണ്. ആ അസുഖം ഇങ്ങനെ പിടികെട്ടുകൊണ്ടിരിക്കുന്ന ഒരു 10-25 വയസ്സായപ്പോൾ സമ്പൂർണ്ണമായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അവസാനമായിട്ട് മാറ്റിയത് സുബഹി നമസ്കാരത്തിലെ ഖുനൂത്താണ്. കാരണം അത്ര ഹൃദയസ്പർക്കായിരുന്നു അതിനോട്, അത്ര ആശയസമ്പുഷ്ടാണ്. പക്ഷേ 22,000 പ്രാവശ്യം അള്ളാഹുവിന്റെ പള്ളിയിൽ റസൂലുള്ള നമസ്കരിച്ചിട്ട് ഒരൊറ്റ സുബഹിക്കും നബി അത് ഓതിയിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ ആ നബിയെ ഇത്തിബാ ചെയ്യാനുള്ള ആ ഒരൊറ്റ അദമ്യമായ ആഗ്രഹത്താൽ കൈയൊഴിച്ചതാണ് ഞാൻ ആ പ്രാർത്ഥന. ഏറ്റവും എൻ്റെ സുന്നീയത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ അവസാനമായിട്ട് ഒഴിവാക്കിയതാണ് അത്. അപ്പൊ ആ 65 കൊല്ലം കഴിഞ്ഞ ബാക്കി 25 കഴിഞ്ഞിട്ട് ബാക്കി 40 കൊല്ലം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങളും പ്രബോധനങ്ങളും രീതികൾ നമ്മൾ കേട്ടിരുന്നു. ശൈത്താൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഔലിയാക്കളും അമ്പിയാക്കളുമായ ആളുകളെ വെച്ചാണ് ഒരു കൂട്ടർ ഈമാന് കളങ്കം ഉണ്ടാക്കുന്നതെങ്കിൽ അവരൊക്കെയാണ് കളങ്കത്തിന് കാരണമായതെങ്കിൽ നമ്മുടെ ഈ കൂട്ടർക്ക് ശൈത്താനാണ്. ശൈത്താന് ഒരു വാദമില്ലാത്ത കാര്യമാണ്, ഞാനൊരു മനുഷ്യന്റെ ശരീരത്തിൽ ജിസ്മിൽ കയറും, എന്നിട്ട് അവനെ കൊണ്ട് പലതും പറയിപ്പിക്കും, പലതും ചെയ്യിപ്പിക്കും. ഇബിലീസിന് വാദല്ല, ശൈത്താന് വാദല്ല. അള്ള പറഞ്ഞിട്ടില്ല, മുഹമ്മദ് നബി വ്യക്തമായിട്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഒരു നബി അല്ലല്ലോ കഴിഞ്ഞു പോയത്, ഒരു മഹാനല്ലല്ലോ കഴിഞ്ഞു പോയത്, ഒരു നൂറ്റാണ്ടല്ലോ മാനവരാശിയുടെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയത്, ഒരു തലമുറയല്ലല്ലോ കഴിഞ്ഞു പോയത്, ഒരേ വിശ്വാസക്കാരല്ലല്ലോ കഴിഞ്ഞു പോയത്. എത്ര ദുർബല വിശ്വാസിയാണെങ്കിലും അവന്റെ ഹൃദയത്തോട് ചെന്ന് തെറ്റായ കാര്യങ്ങൾ മന്ത്രിക്കാനല്ലാതെ, അവന്റെ ഹൃദയത്തിൽ ചെന്ന് വസ്വാസ് ഉണ്ടാക്കാനല്ലാതെ, ശരീരത്തിൽ കയറി ഇളകാനും ഇളയിപ്പിക്കാനും ഇളകിപ്പറയാനും ഇറങ്ങിപ്പോകാനും ഇറക്കി വിടാനും പറ്റുന്ന വിധത്തിൽ പിശാചിനെ, ജിന്ന് വർഗത്തെ അല്ലാഹു തആല രൂപപ്പെടുത്തിയതായി വിശുദ്ധ ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസിൽ നിന്നോ കണ്ടെത്താൻ കഴിയില്ല. ഭാഷയെ പറ്റിയോ സാഹിത്യത്തെ പറ്റിയോ ബലാഗയെ പറ്റിയോ ഒന്നും അറിയാത്ത ആളുകൾക്ക് അത് പറയാൻ പറ്റും. നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ബലാഗ പഠിക്കുന്നുണ്ട്, സാഹിത്യം പഠിക്കുന്നുണ്ട്. ചിലത് ആലങ്കാരിക പദപ്രയോഗങ്ങളാകാം. ഈ ആലങ്കാരിക പദപ്രയോഗങ്ങളായിട്ട് തന്നെ കാണണം. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയുണ്ടല്ലോ, അവിശ്വാസികളായ ആളുകളെ പറ്റി ലാ യദ്ഖുലൂൽ ജന്നത്ത, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, എന്താ? ഒട്ടകം സൂചി വിണയിലൂടെ അല്ലെങ്കിൽ സൂചിദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നത് വരെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാകുമോ? ഇല്ല. മന്തിക്കിന്റെ കിതാബിൽ പറയുന്നതാട്ടെ ഞാൻ പറയുന്നത്. അള്ളാഹുവിന് പോലും അത് സാധ്യമല്ല. ഒന്നുകിൽ ഒട്ടകത്തെ ചെറുതാക്കണം, അല്ലെങ്കിൽ സൂചിയുടെ ദ്വാരം വലുതാക്കണം. അല്ലാതെ അള്ളാഹുവിന് പോലും സാധ്യമല്ല. അതിന്റെ വാക്കല്ല, മന്തിക്കിലുള്ള ഒരു വാക്ക് ഞാൻ കടമെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനല്ല നമ്മുടെ ഇവിടെ ഊന്നൽ നൽകുന്നത്. അതെന്താണ്? അത് സാഹിത്യമാണ്, ആലങ്കാരിക പ്രയോഗമാണ്. അതേപോലെ ആലങ്കാരികമായ പ്രയോഗം വിശുദ്ധ ഖുർആനിലുണ്ട്. അറബികൾക്കിടയിൽ വളരെ സുപരിചിതമായ ഒരു പദപ്രയോഗമാണ്, ഒരാൾ ബോധം കെട്ടാൽ തഖബ്ബത്തുഹു ശൈത്വാനു മിനൽ മസ്സീന. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ആളുകൾ തന്നെ പഠിച്ചിട്ടില്ല. എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും പറയേണ്ട ആവശ്യമില്ല. പിശാച്ച് അടിച്ചു വീഴ്ത്തിയവനെ പോലെയല്ലാതെ പരലോകത്ത് ഈ പലിശ തിന്നുന്നവൻ എഴുന്നേറ്റ് വരികയില്ല എന്ന് അള്ളാഹു പറഞ്ഞ ആ വാക്കിൽ പിശാച്ച് അടിച്ചു വീഴ്ത്തുമെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന മുജാഹിദ്, നീ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം വായിച്ചിട്ടുണ്ടോ? എന്താ അവിടെ പറഞ്ഞത്? അറബികളായ ആളുകളുടെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു പഴഞ്ചൊല്ലാണത്. അതായത് ബോധം കെട്ട ഒരാളെ സംബന്ധിച്ച് അവർ പറയുക തഖബ്ബത്തുഹു ശൈത്വാനു മിനൽ മസ്സീന. അപ്പൊ അതിന്റെ അർത്ഥം അതാണ്. എല്ലാ തഫ്സീറിലും ആ ആയത്തിന്റെ അർത്ഥം പറഞ്ഞത് ഐ എന്നാൽ
കൽ മുഗ്മ അലൈഹി, ബോധം കെട്ടവനെ പോലെ എഴുന്നേറ്റ് വരും. അതാണ് അർത്ഥം. അല്ലാതെ പിശാച് സാക്ഷാൽ അടിച്ചു വീഴ്ത്തിയവനെ പോലെയല്ല. വെല്ലുവിളിക്കുകയാണ്. ഞാൻ സംഘടനയല്ല, ഇബ്രാഹിം വെല്ലുവിളിക്കാണ്. ഇല്ലാ കമാ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്സി എന്ന് പറഞ്ഞാൽ പിശാച് നേർക്ക് നേരെ ആളെ അടിച്ചു വീഴ്ത്തും എന്നാണോ അതിന്റെ അർത്ഥം? എല്ലാ തഫ്സീറിലും പറഞ്ഞത് കൽ മുഗ്മ അലൈഹി, ബോധം കെട്ടവൻ എഴുന്നേറ്റ് വരുന്നു വരാതെ, ലക്കുൽ ലഗാനമില്ലാത്ത വിധത്തിൽ, ബോധം ശരിയായി തെളിച്ചമില്ലാത്ത വിധത്തിൽ, ഒരു പ്രത്യേകമായ രൂപത്തിലും ഭാവത്തിലുമാണ് അവന് എഴുന്നേറ്റ് വരിക. അത് ഇഹലോകത്തുനിന്നാണോ പരലോകത്തുനിന്നാണോ ഒന്നും പറയാൻ സാധ്യമല്ല. അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ചില ആളുകൾ പരലോകത്തുനിന്നാണെന്ന് പറഞ്ഞു എന്ന് മാത്രം. അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. കാരണം അറബികളുടെ എല്ലാ ശൈലിയും വിശുദ്ധ ഖുർആനിലുണ്ട്. എന്താ ഖുർആൻ 7 ഭാഷയിലാണ് ഇറങ്ങിയത് എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ? 7 ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ എന്താ? മക്കായിൽ വളരെ സുപരിചിതമായ ശൈലിയിലും ഒറ്റപ്പെട്ട ചില ഗോത്രങ്ങൾ പ്രയോഗിക്കുന്ന പ്രത്യേകമായ ചില ശൈലിയിലും വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ചില ആയത്തുകൾ 90% ആളുകളുടെ ഭാഷാ പ്രയോഗം അനുസരിച്ചാണെങ്കിൽ, ചില ആയത്തുകളിലെ ചില പദങ്ങൾ ഒറ്റപ്പെട്ട ചില ഗോത്രങ്ങൾ മാത്രം പ്രയോഗിക്കുന്ന രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ അലൈഹുല്ലാഹ എന്നൊരു പ്രയോഗം. അലൈഹുല്ലാഹ, അലൈഹി എന്നല്ലേ പറയേണ്ടത്? ആണ്. അതാണല്ലോ ഖുർആനിൽ ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടത്. പക്ഷെ ഒരു സ്ഥലത്ത് അലൈഹുല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താണ് അർത്ഥം? അങ്ങനെ പ്രയോഗിക്കുന്ന ഒരു ഗോത്രം അറബികളിലുണ്ട്. അതുകൊണ്ട് അവരുടെ ആ ശൈലിയെ കൂടി അല്ലാഹു തആല അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് 7 ഭാഷയിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, 7 ഖുറായികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ, അവിടെ മജ്റാഹ എന്നിടത്ത് ഇമാനത്തോടു കൂടി വായിക്കുന്ന ഒരു രീതി അറബികളിൽ ചില ഗോത്രങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ആയത്ത് ഇമാനത്തോടു കൂടിയും ഓതാം. ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ, അങ്ങനെ ഓതിയാലും കുഴപ്പമില്ല. അവിടെ ഇമാനത്ത് നടത്തുന്നത് കൊണ്ട് വിരോധമില്ല. അങ്ങനെ ഇമാനത്ത് നടത്തി സംസാരിക്കുക എന്നത് അറബികളുടെ ചില ഗോത്രങ്ങളുടെ പതിവാണ്. അപ്രകാരം ഓതുന്നത് കൊണ്ട് വിരോധമില്ലെന്ന് മാത്രമല്ല, ഇന്ന് പ്രസിദ്ധരായ കാര്യങ്ങളൊക്കെ അവിടെ ഇമാനത്തോടു കൂടിയാണ് ഓതുന്നത്. അത് മനസ്സിലാക്കണം. ഖുർആനിന്റെ ഭാഷയെ പറ്റി, സാഹിത്യത്തെ പറ്റി മനസ്സിലാക്കണം. അറബി കോളേജ് പഠിക്കുന്ന ബലാഗല്ലേ, ആ ബലാഗ പഠിച്ച ആൾക്കാരല്ലേ ഈ താടിയും വെച്ചിട്ട് ഈ ദുർവ്യാഖ്യാനത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഞാനത് ദീർഘിപ്പിച്ച് പറയല്ല. പിശാച്ചിനില്ലാത്ത വാദം, പിശാച്ചിന്റെ പേരിൽ എന്തായിരുന്നു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ബഹളം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഒരു മനുഷ്യന് തെങ്ങിൽ കയറിയിട്ട് തേങ്ങണി യാതൊരു രക്ഷയില്ല. മാങ്ങാടാൻ പറ്റൂല, ഒരു സംഗതി പറ്റൂല. കാരണം താഴെങ്ങാനും ഒരു ജിന്നിൽപ്പെട്ട ഒരു സാധനം നിൽക്കുന്നുണ്ടെങ്കിൽ അവന്റെ തലയിലേക്കാണ് ആ തേങ്ങ വീഴുന്നതെങ്കിൽ തേങ്ങ ഇട്ടവനും കുടുങ്ങി, ഇടിയിപ്പിച്ചവനും കുടുങ്ങി. ആ നിൽക്കുന്ന ശൈത്താനെങ്കിലും അവരിലെ പ്രധാനപ്പെട്ട ഇഫ്രീത്ത് വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ മരണം സുനിശ്ചിതാണ്, മരിച്ചേ തീരൂ ഈ ഇട്ട ആള്. അപ്പൊ എന്ത് വേണം? തെങ്ങിൽ കയറണം. എന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം കേരളത്തിലെ ജിന്നായതുകൊണ്ട് അറബി അറിയുമെന്ന് അറിയില്ല. അതുകൊണ്ട് പ്രത്യേകം പറയണം, ജിന്നെ ഒന്ന് മാറി നിൽക്ക്, ഞാൻ നാളികേരിടാൻ പോവുകയാണ്, നിന്റെ തലയിൽ വീണാൽ അപകടമാണ്. ഈ വിധത്തിൽ ജിന്നിനെ ഉപയോഗപ്പെടുത്തിയത് കേരളത്തിൽ സുന്നികളാണെന്ന് അഭിപ്രായം എനിക്കില്ല. അവരങ്ങനെ പറഞ്ഞിട്ടില്ല. അത് അവർ പറയുന്നത് ഇത്രത്തോളം ഞങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. അത് സത്യമാണ്, കറക്റ്റാണ്. അങ്ങനെ ഇവരെ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റൂല. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് പറയാൻ തുടങ്ങിയത്. പിന്നെ സാധ്യമാകാതെ വന്നപ്പോൾ എന്തുകൊണ്ട് സാധ്യമാകാതെ ആയി? ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാണ്. മർക്കസു ദഅവയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ അന്ന് തന്നെ ശക്തമായി അടരാടിയത് കൊണ്ട് മുഴുവൻ പറഞ്ഞില്ല. എന്നിട്ട് ഒരാൾക്ക് അതിൽ വിഷമുണ്ടായി. പെരിന്തൽമണ്ണയിൽ പ്രഗത്ഭനായ ഒരു ഖത്തീബുണ്ട് അവരുടെ. അയാൾ പറയാണ്, ഈ പുരോഹിതന്മാർ ഹദീസിൽ വന്ന മുഴുവൻ കാര്യങ്ങൾ പറയാൻ സമ്മതിക്കുന്നില്ല, ഇടങ്കോലിടാണ്. ശൈത്താനെ പറ്റിയും ജിന്നിനെ പറ്റിയും കുറച്ചും കൂടി പറയാണ്ടായിരുന്നു, അത് പറയാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ചോദിക്കാണ്, മഹാന്മാരായ പല ആളുകൾ എഴുതിയിട്ടുണ്ട്, എന്തുകൊണ്ടൊരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ജിന്ന് കയറിയാൽ, ശൈത്താൻ കയറിയാൽ, ഈ ശൈത്താന് സ്വന്തമായിട്ട് നാവുണ്ടോ, ഭാഷ ഉണ്ടോ? എന്താ ഒരു ശൈത്താന്റെ നാവ് കൊണ്ട് സംസാരിക്കാത്തത്? ഈ പാവപ്പെട്ട പെണ്ണിന്റെ നാവ് കൊണ്ടല്ലോ സംസാരിക്കുന്നത്. ഈ പാവപ്പെട്ട പെണ്ണിന്റെ ഭാഷയാണല്ലോ. ശൈത്താൻ ഒരു ഭാഷ അല്ലേ? ജിന്ന് നമ്മളെപ്പോലെ തന്നെ ഉള്ള ഒരു വർഗല്ലേ?
നമുക്ക് മുമ്പ് അള്ളാഹു തആല തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ലേ? എന്നിട്ട് അവനൊരു ഭാഷയില്ലേ, പാവത്തിനൊരു നാവില്ലേ? ഈ പെണ്ണിന്റെ നാവെടുത്തിട്ട് വേണോ, കട്ടെടുത്തിട്ട് വേണോ പറയാൻ? എന്നിട്ട് അവൻ കയറ ഈ പെണ്ണിന്റെ അതേ വലുപ്പത്തിൽ 1 ഇഞ്ച് മേലോട്ട് അങ്ങോട്ടുണ്ടാകാൻ പാടില്ല, 1 ഇഞ്ച് ഇങ്ങോട്ടുണ്ടാകാൻ പാടില്ല. അപ്പൊ 5 അടി പെണ്ണ് പൊക്കമുള്ള പെണ്ണിന്റെ മേല് 5 അടി മാത്രമുള്ള ശൈത്താൻ, ജിന്ന് കാരണം. ഇങ്ങനെ ജിന്ന് കയറിയിട്ട് ഇളക്കുണ്ടാക്കുക, രോഗം ഉണ്ടാക്കുക, പനി ഉണ്ടാക്കുക, ജലദോഷം ഉണ്ടാക്കുക, ക്യാൻസർ അടക്കം ഉണ്ടാക്കുക, ഗർഭധാരണ ഉണ്ടാക്കുക, ഗർഭഛിദ്രതയുണ്ടാക്കുക. ആര്? ശൈത്താൻ. ആരാ പറഞ്ഞത്? മുജാഹിദ് വിഭാഗത്തിൽ പെട്ട എന്ന് പറയുന്ന ഒരാൾക്കാർ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ സാധുക്കൾക്ക് അവർ മുജാഹിദുകളാണെന്നുള്ള വാദമല്ല, നമ്മളാണ് അവരെ പറ്റി മുജാഹിദിൽപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അവരൊരു പാർട്ടി ഉണ്ടാക്കിയപ്പോ മുജാഹിദ് ഉണ്ടോ ഇതില്? ഇല്ല. സലഫ് ഉണ്ടോ ഇതില്? ഇല്ല. ഇസ്ലാഹ് ഉണ്ട് അതില്? ഇല്ല. അതിലുള്ളതാണ് ഇംഗ്ലീഷാണ്. പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞ നരകത്തിലെ ഭാഷയാണ്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിസ്ഡം, അതാണ് എന്റെ പേര്. അതിൽ ഇസ്ലാഹി എന്നുണ്ടോ? ഇല്ലല്ലോ. സലഫി എന്നുണ്ടോ? ഇല്ലല്ലോ. മുജാഹിദ് എന്നുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് അങ്ങനെ വാദമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞതാണ് മുജാഹിദിൽപ്പെട്ട ഒരു കൂട്ടർ, മുജാഹിദിൽപ്പെട്ടതല്ലാന്ന് അവിറ്റങ്ങളുടെ പേര് തന്നെ വിളിച്ചു പറയുന്നു. അപ്പൊ പിന്നെ അങ്ങനെയാണെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വന്ന വിശ്വാസ സ്ഖലിതങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോ അങ്ങനെ ഉണ്ടാവൂല. ഒരാൾ പറഞ്ഞത് എന്താ അറിയാം? അതിൽപ്പെട്ട ഒരു പ്രമുഖനായ ഒരാള്, ജിന്ന് കയറിയാല് അതൊരു രോഗമാണ്, അത് ഇറക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലിനിക്ക്, ജിന്നിറക്കൽ ക്ലിനിക്ക് ഓരോ പള്ളിയോടും അനുബന്ധിച്ചുണ്ടാകണം. റസൂലുള്ള 23 കൊല്ലം അവിടെ ജീവിച്ചു. ഖുലഫാഉർ റാഷിദീങ്ങൾ, ഇനി പള്ളി വന്നതിന് ശേഷമുള്ള കൊല്ലം മാത്രം കൂട്ടിയാലും ഖുലഫാഉർ റാഷിദീങ്ങൾ 30 കൊല്ലം രാജ്യം ഭരിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ നല്ലവരെന്ന് പറഞ്ഞ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. 4 പ്രഗത്ഭന്മാരായ ഇമാമിങ്ങൾ കഴിഞ്ഞുപോയി. അവരുടെ ഒന്നും കാലത്ത് ഒരൊറ്റ പള്ളിയിലും ജിന്നിറക്കൽ ക്ലിനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇവരാണ് പറഞ്ഞത് എല്ലാ പള്ളിയോടനുബന്ധിച്ചും ഒരു ജിന്നിറക്കൽ ക്ലിനിക്ക് വേണം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അകത്തെ പള്ളിയിൽ ക്ലിനിക്ക് പാടില്ല, പുറത്തെ പള്ളിയിലേ പാടുള്ളൂ. പള്ളിയുടെ ചെരുവിലോ വരാന്തയിലോ. അതെന്താ കാരണം? ജിന്നിനെ അടിച്ചിറക്കുമ്പോൾ ജിന്ന് കാഷ്ടിക്കാനും മൂത്രിക്കാനും സാധ്യതയുണ്ട്. അത് അകത്തെ പള്ളിയിലായാൽ വൃത്തികേടാണ്. അതുകൊണ്ട് പുറത്തെ പള്ളിയിൽ വേണം. ഇത് പറഞ്ഞതാണ്, പ്രസംഗിച്ചതാണ്, ഞാൻ കേട്ടതാണ്, കേട്ട് പഠിച്ചതാണ്. മനസ്സിലായോ? ഇത്രത്തോളം എത്തി. ഇതപ്പുറത്തെ മുജാഹിദ് വല്ല വിലയും നിലയും സമൂഹത്തിന്റെ മുമ്പിലോ പടച്ചവന്റെ മുമ്പിലോ ഉണ്ടാകും ഈ വിധത്തിൽ പ്രസംഗിച്ചാൽ? ഇതാണോ ദീൻ? അള്ളാഹുവിന്റെ ദീനിനെ വിശുദ്ധിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതിലേക്ക് വരുന്ന ന്യൂനതകളെ, അതിനെ ഇകഴ്ത്തുവാൻ വരുന്ന അമ്പുകളെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ബാധ്യത. അള്ളാഹുവിന്റെ ദീനിന്റെ ദാഫി ആകണം ഓരോ സത്യവിശ്വാസിയും എന്ന് മഹാന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ദീനിനെ ആരെങ്കിലും കല്ലെടുത്തെറിയുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നവനായി നീ അവിടെ ഉണ്ടാകണമെന്ന് മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഇവർ ചെയ്യുന്നത് എന്താ? ഈ ജാതി മാലിന്യങ്ങൾ വലിച്ചിടുക. ഈ ശൈത്താൻ ഒരു പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയിൽ നിന്ന് മാറണമെങ്കിൽ അള്ളാഹു ഇടപെടണം. നമുക്ക് ശൈത്താനാകാൻ പറ്റുമോ? ജിന്നാകാൻ പറ്റുമോ? അത് പറ. പറ്റുമോ? നമുക്ക് പോത്താകാൻ പറ്റുമോ? നമുക്ക് പാറ്റയാകാൻ പറ്റുമോ? നമുക്ക് പാമ്പാകാൻ പറ്റുമോ? ഇല്ല. എന്നാ ആകാം. എങ്ങനെ? നമുക്ക് കുരങ്ങാകാൻ പറ്റും. കുരങ്ങായിട്ടുണ്ട്. എന്തേ അല്ലാ കൂനു ഖിറദത്തുൻ ഖാസിന്ന്, നിങ്ങൾ കുരങ്ങുകളാകുക എന്ന് പറഞ്ഞു മൂസാ നബിയുടെ കാലഘട്ടത്തിലെ കുറച്ചാളുകളോട്. അപ്പൊ അവർ കുരങ്ങുകളായി. അങ്ങനെ അള്ളാഹ് അങ്ങോട്ട് ഇടപെടണം. മലക്കുകൾക്ക് മലക്കളുടെ പ്രകൃതമല്ലാതെ സ്വീകരിക്കാൻ പറ്റൂല. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ പലപ്പോഴും വരും. അതെങ്ങനെ? അള്ളാഹ് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ മലക്കിനോട് പറയണം. അതുപോലെ തന്നെയാണ് ജിന്നുവർഗം. അവർക്ക് മനുഷ്യരൂപത്തിൽ വരാൻ പറ്റില്ല, അവർക്ക് പാമ്പിന്റെ രൂപത്തിൽ വരാൻ പറ്റില്ല, അവർക്ക് മറ്റോ ഒരു മൃഗത്തിന്റെ രൂപത്തിൽ വരാൻ പറ്റില്ല, അവർക്ക് വേറൊന്നിന്റെ രൂപത്തിലും വരാൻ പറ്റില്ല. അള്ളാഹു പ്രത്യേകമായിട്ട് പറയണം, നീ പാമ്പായിട്ട് പോയിക്കോ എന്ന് പറയണം. ഓരോന്നിന്റെയും പ്രകൃതിയിൽ നിന്ന് ആ പ്രകൃതിയെ മാറ്റാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്ത് പറഞ്ഞു. ലാ തബ്ദീല ലിഖൽഖില്ലാഹി, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു മാറ്റവുമില്ല. മനുഷ്യൻ മനുഷ്യനായിട്ട് തന്നെ, ജിന്നായിട്ട് തന്നെ, മറ്റു ജീവികൾ ആ ജീവികളായിട്ട് തന്നെ, മലക്ക് മലക്കായിട്ട് തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായ രൂപം പ്രാപിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇടപെടലുകൾ ആവശ്യമാണ്. സഹോദരന്മാരെ, അതില്ലാതെ ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. അതിനെന്താ ഹദീസ്? ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദമി ബനിയാദമ മജ്റദ്ദമി, മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന
പഴുതിലൂടെയെല്ലാം പിശാച്ച് സഞ്ചരിക്കുമെന്ന്. ആലങ്കാരികമായ പ്രയോഗമാണ്. ഭാഷാ സാഹിത്യത്തെ പറ്റി അറിയാത്ത ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ റസൂല് പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുകയാണ്. നബിയെ കാണാൻ വേണ്ടി നബിയുടെ ഭാര്യ മൈമൂന റളിയല്ലാഹു അൻഹ പറഞ്ഞു, നേരത്തെ വന്ന സഫിയാണെന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാരുണ്ട്. അവരെ വീട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ് നബി. അവരുടെയൊക്കെ വീടുകൾ പള്ളിയോട് ചേർന്നാണെന്ന് നിങ്ങൾക്കറിയാം. 11 വീടും പള്ളിയോട് ചേർന്നാണ്. ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടേതാണ്. അപ്പൊ കുറച്ചപ്പുറത്തായിരിക്കും അവരുടേത്. അപ്പൊ രാത്രിയാകുമ്പോൾ സ്വാഭാവികമായി സ്ത്രീകൾക്ക് പേടിയാണ്. അതുകൊണ്ട് റസൂലുള്ള കൂടെ ചെന്നു. അപ്പോഴെ 2 സഹാബിമാർ അതിനെ നടന്നു പോകുന്നു. അപ്പൊ നബിയുടെ മനസ്സിലേക്ക് ഒരു ആശയം തോന്നി. രാത്രി സമയത്ത് ആ പെണ്ണ് സ്ത്രീ എന്റെ ഭാര്യയാണെങ്കിലും ആരാണ് എന്ന് എന്റെ ഈ സഖാക്കൾക്കറിയില്ല. അതുകൊണ്ട് എന്നെ പറ്റി അവർ വല്ലതൊന്ന് തെറ്റിദ്ധരിച്ചാൽ അത് ദീനിനേൽക്കുന്ന ഏറ്റവും വലിയ ആഘാതമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തെറ്റിദ്ധരിക്കണ്ട. അത് പറഞ്ഞില്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ടായിരുന്നില്ല. അത് എന്റെ ഭാര്യ മൈമൂനയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് സഹാബികൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, അള്ളാഹുവിനെ ഞങ്ങൾ പരിശുദ്ധപ്പെടുത്തുന്ന നബിയെ, എന്തിനാണ് അത് പറയുന്നത്? അങ്ങയെപ്പറ്റി ഞങ്ങൾക്ക് വല്ല തെറ്റിദ്ധാരണ ഉണ്ടാകുമോ? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞതാണ്, എടാ പിശാച്ച, അവൻ വഴിപഴപ്പിക്കും. ഇന്ന ശൈത്താനു മിൻ ബനി ആദമ യജ്രി മജ്റദ്ദമി, തീർച്ചയായിട്ടും പിശാച്ച് മനുഷ്യന്റെ രക്തം എവിടെയെല്ലാം സഞ്ചരിക്കുന്നുണ്ടോ അവിടങ്ങളിലൂടെ എല്ലാം സഞ്ചരിക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ശൈത്താൻ ശരീരത്തിൽ കയറും എന്ന് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മനുഷ്യന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ പിശാചിന് വസ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. തെറ്റിദ്ധാരണ നിങ്ങളിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് വിശദീകരിക്കേണ്ടി വന്നത്. ആ ഹദീസ് ഉപയോഗപ്പെടുത്തി ഞാൻ ആത്മാർത്ഥമായിട്ടും വിസ്തങ്കാരെയും സീഡിക്കാരെയും വിനീതമായിട്ട് ഉണർത്തുകയാണ്. ആ ഹദീസ് വെച്ച് നിങ്ങൾ പിശാച് ശരീരത്തിൽ കയറുമെന്നും രോഗമുണ്ടാക്കുമെന്നും ഇറക്കിവിടാമെന്നും ഇറങ്ങിപ്പോകുമെന്നും പ്രചരിപ്പിക്കരുതേ എന്ന് വിനീതമായി ഉണർത്തുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിനേൽപ്പിക്കുന്ന ഏറ്റവും വലിയ ആഘാതമായിരിക്കും അത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകനോട് മറ്റാരെക്കാളും ചെയ്തിട്ടുള്ള അക്രമങ്ങളിൽ മറ്റാരെക്കാളും മുൻപന്തിയിൽ പ്രവാചകന് സിഹർ ബാധിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളായിരിക്കും പ്രവാചകനെ എതിർത്തതിൽ മുൻപന്തിയിൽ ഉണ്ടാവുക. കാരണം നിങ്ങൾ അവരെ പോലെയല്ല, ഹിദായത്തിന്റെ വഴി മുന്നിൽ കണ്ടവരാണ്. അതുകൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് ഇത്തരം അനാവശ്യമായ ചർച്ചകളിൽ നിന്നും സംഭാഷണങ്ങളിൽ നിന്നും മതപ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിന്ന് അള്ളാഹുവിനും അവന്റെ ദീനിനും അവന്റെ ഗ്രന്ഥത്തിനും അവന്റെ പ്രവാചകനും ഗുണം കിട്ടുന്ന നല്ല പ്രബോധനത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി വരേണമേ എന്ന് തിരിച്ചു വരേണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്